സല്യൂട്ട് ഭാരത്. സല്യൂട്ട് ഭാരതിൽ ഇന്ന് നമ്മോടൊപ്പമുള്ള അതിഥി മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജ്യോതിർ ഘോഷാണ്. സാർ നമസ്കാരം. നമസ്കാരം സർ, ഹോർമൂസിലെ വിഷയം, അമേരിക്ക ഇറാൻ പ്രശ്നം അതീവ രൂക്ഷമായി നീങ്ങുകയാണ്. സർ, യുദ്ധം ഇനി എന്തായിത്തീരും? ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധമാണ്. യഥാർത്ഥത്തിൽ അമേരിക്ക ഇസ്രായേൽ ഇറാൻ യുദ്ധമാണ്. പക്ഷെ ഇപ്പൊ അത് അമേരിക്ക ഇറാൻ യുദ്ധത്തിന്റെ അവസാനത്തിൽ നിൽക്കുന്നു. ഇപ്പം യുദ്ധം ഏതാണ്ട് ഇല്ലാത്ത അവസ്ഥയിലാണ്. അപ്പോ അതിന്റെ ഏറ്റവും നിർണായകമായ ഒരു നിമിഷത്തിലേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് രണ്ട് രാജ്യങ്ങളും, ഇറാനും അതോടൊപ്പം തന്നെ അമേരിക്കയ്ക്കും ഈ യുദ്ധത്തിൽ നിന്ന് പിൻവാങ്ങും. ഇതാണ് രണ്ട് രാജ്യങ്ങളുടെയും ആവശ്യം. എന്നാൽ രണ്ടുപേരും വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ നിൽക്കുന്ന ഒരവസ്ഥ. ഇറാൻ പാകിസ്ഥാൻ വഴി അമേരിക്കയ്ക്ക് അല്ലെങ്കിൽ ട്രംപിന് കൈമാറിയ 14 നിർദ്ദേശങ്ങളെ ഇന്നലെ ട്രംപ് വിശേഷിപ്പിച്ചത് ഗാർബേജ് എന്നാണ് വിളിച്ചത്. വെറും ചവറ് എന്നൊരു രീതിയിൽ വിളിച്ച് തള്ളിക്കളഞ്ഞു. അപ്പൊ അമേരിക്കയുടെ ഒരു ആ ഒരു പ്രതികരണം കേട്ട ശേഷം ഇറാൻ പറഞ്ഞിരിക്കുന്നത് വരട്ടാൻ നോക്കേണ്ട ആവശ്യമില്ല, കീഴടങ്ങുന്ന പ്രശ്നമില്ല, ഞങ്ങൾ യുദ്ധത്തിന് തയ്യാറാണ്. അപ്പൊ രണ്ടു കൂട്ടരോടെ യുദ്ധത്തിനും ഏത് നിമിഷം വേണമെങ്കിലും യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയുമാണ്. അപ്പൊ അതുകൊണ്ടാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ വെടിനിർത്തൽ ഇപ്പോ ലൈഫ് സപ്പോർട്ടിലാണ്, മാസ് ലൈഫ് സപ്പോർട്ടിലാണ് നിൽക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ തന്നെ ഇറാൻ പ്രതികരിച്ചിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ ഞങ്ങളുടെ കൈവശമുള്ള യുറേനിയത്തെ ആയുധമാക്കി മാറ്റി പ്രയോഗിക്കുന്നത് ഞങ്ങൾ മടിക്കില്ല എന്നാണ് ഇപ്പൊ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇറാന്റെ ഇതുവരെ ഉണ്ടായിരുന്ന പ്രഖ്യാപനങ്ങൾ, അതായത് ഈ അമേരിക്കയുമായിട്ടുള്ള ചർച്ച ആദ്യം ഈ ഫെബ്രുവരി 28 മുമ്പ് ചർച്ച വളരെ സജീവമായിട്ട് ജനീവയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഫെബ്രുവരി 28 ട്രംപ് കയറി ഈ അത്യാവശ്യം കാണിക്കുന്നത്. അപ്പൊ ഒരു ശരിക്കും പറഞ്ഞാൽ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഒരു ചതി തന്നെയാണ് സംഭവിച്ചത്. അപ്പോ അന്ന് അതിനു മുമ്പ് ഇറാൻ പറഞ്ഞിരുന്ന എല്ലാ കാര്യങ്ങളും അവരിതുവരെ ചെയ്തു എന്നുള്ളതാണ്. അവരുടെ സ്ട്രാറ്റജി നേരത്തെ തന്നെ അവർ പ്രഖ്യാപിച്ചിരുന്നു. ഞങ്ങൾ യുദ്ധം ചെയ്യും, പരാജയപ്പെടുത്താൻ പറ്റില്ല, കീഴടങ്ങുന്ന പ്രശ്നമില്ല, ഞങ്ങൾ അറബ് രാജ്യങ്ങളെ നിങ്ങളുടെ ഈ US മിലിറ്ററി ബേസസ് ഉള്ള അറബ് രാജ്യങ്ങളെ ആക്രമിക്കും, തകർക്കും, തരിപ്പണമാക്കും, ഇതെല്ലാം പറഞ്ഞു. അതുപോലെ ഇസ്രായേലിനെയും ടാർഗറ്റ് ചെയ്യും എന്നൊക്കെ പറഞ്ഞു. ഇതെല്ലാം അതേപടിയാണ് ഇറാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ ഇപ്പം ഇറാൻ പറഞ്ഞിരിക്കുകയാണ്, അമേരിക്ക ആ നിലപാട് തുടരുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ കയ്യിരിക്കുന്ന 60% സമ്പുഷ്ടീകരിച്ച യുറേനിയത്തെ ആയുധമാക്കി മാറ്റും എന്ന് പറഞ്ഞു. അത് ഇറാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് ചെയ്യുകയും ചെയ്യും. അതാണ് ഇറാൻ ജനതയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇന്നിപ്പോ നമ്മൾ കാണുന്നത് രണ്ട് ഭാഗത്തു നിന്നും ചെറിയൊരു അയവിന്റെ ലക്ഷണവും കാണുന്നുണ്ട്. അതൊന്ന്, ഇപ്പം ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചി ഇപ്പോ റഷ്യയിലാണ്. റഷ്യയിൽ പുതിനുമായിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇപ്പം പലരും അത് പറയുന്നത് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഒരു ചെറിയ വിട്ടുവീഴ്ചയുടെ ഭാഗമായിട്ട് ഉള്ള ഒരു നീക്കം ആണ് എന്നാണ് പറയുന്നത്. അതായത് മുൻപ് ഇതുപോലൊരു നിർദ്ദേശം വന്നതാണ്, പക്ഷെ അന്നത് അമേരിക്കയ്ക്ക് സ്വീകാര്യമായിരുന്നില്ല. അതായത് അമേരിക്കയുടെ ഏക കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ, മുഖ്യമായ കണ്ടീഷൻ എന്ന് പറയുന്നത് ഈ ഇറാൻ സമ്പുഷ്ടീകരണം, ഈ ന്യൂക്ലിയർ സമ്പുഷ്ടീകരണം ഇറാൻ പൂർണ്ണമായി ഉപേക്ഷിക്കണം. അതിന് ഇറാൻ തയ്യാറല്ല. അപ്പോ അടുത്ത നിർദ്ദേശം അത് ഇറാനിൽ നിന്ന് ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം പുറത്തേക്ക് എവിടെയെങ്കിലും കൊണ്ട് നിക്ഷേപിക്കണം എന്നാണ്, അല്ലെങ്കിൽ ആരെങ്കിലും രാജ്യം നിക്ഷേപിക്കണം. ഇപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് റഷ്യയിലേക്ക് ഒരു പക്ഷേങ്കിൽ ഇത് ഇറാൻ കൈമാറാൻ തയ്യാറായേക്കും. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അത് അമേരിക്കയ്ക്ക് സ്വീകാര്യമാണെന്നുണ്ടെങ്കിൽ അതൊരു പക്ഷേങ്കിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിലേക്ക് നീങ്ങിയേക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന്റെ ഒരു സാധ്യതയും കൂടെ ആയിരിക്കണം ഇന്നിപ്പോ ഈ അബ്ബാസ് അരഗാച്ചി ഇപ്പൊ റഷ്യൻ പ്രസിഡന്റ് പുടിനുമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ചർച്ചയിൽ നമ്മൾ കാണേണ്ടത്. അതേസമയം ഇന്നിപ്പോ ട്രംപ് ചൈനയിലും എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ കഴിഞ്ഞ ലാസ്റ്റ് വിസിറ്റ് എന്ന് പറഞ്ഞ ഏറ്റവും ഒടുവിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ചൈന സന്ദർശിച്ചത് 2017 അതും ട്രംപ് തന്നെയായിരുന്നു. അപ്പോ ട്രംപിന്റെ പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള രണ്ടാമത്തെ യാത്രയാണ്.
അന്ന് നടത്തിയ ചർച്ചയും വാസ്തവത്തിൽ ട്രംപിനത് പരാജയമായിപ്പോയി. കാരണം നോർത്ത് കൊറിയയുടെ ആണവ പരീക്ഷണങ്ങളെ ആ ഭീഷണിയെ അവസാനിപ്പിക്കുക എന്നതായിരുന്നു ട്രംപിന്റെ മുഖ്യ ലക്ഷ്യം. അപ്പൊ അന്ന് ചൈനയിലൂടെ നോർത്ത് കൊറിയയിൽ സമ്മർദ്ദം ചെലുത്തിപ്പിക്കുക എന്നുള്ളതായിരുന്നു ദൗത്യം. ഇപ്രാവശ്യം ഇപ്പം ട്രംപ് അവിടെ പോയിരിക്കുന്നതിന്റെ മുഖ്യമായ ലക്ഷ്യം എന്ന് വെച്ചാൽ അവിടെ അമേരിക്കയും ചൈനയും തമ്മിലുള്ള ട്രേഡ് ബാലൻസ് അസന്തുലിതാവസ്ഥ, ഏതാണ്ട് $1.3 ട്രില്യൺ ഒരു അസന്തുലിതാവസ്ഥകൾ അത് പരിഹരിക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുക. പിന്നെ ഈ ഏറ്റവും പ്രധാനമായിട്ട് ട്രംപിന്റെ ഈ ഇപ്പോഴത്തെ ഈ ചൈന ഷീ ജിൻപിങ്ങുമായിട്ടുള്ള ചർച്ചയിൽ വരാൻ പോകുന്നത് ഇറാൻ യുദ്ധം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ചായിരിക്കും. കാരണം ട്രംപിനറിയാം ഇറാനും റഷ്യയും ചൈനയും റഷ്യയും ഇറാന് സമ്പൂർണ്ണ പിന്തുണ നൽകുന്നുണ്ട്. ഇന്റലിജൻസ് രീതിയിലാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അതോടൊപ്പം തന്നെ ആയുധങ്ങളിലാണെങ്കിലും ഒക്കെ നൽകുന്നുണ്ട്. അപ്പോ ഏതെങ്കിലും അവിടെ ട്രംപ് മിക്കവാറും ചെയ്യാനുള്ള സാധ്യത ഈ വ്യാപാര കരാർ സംബന്ധിച്ചിട്ടുള്ള ചർച്ചയും ഈ ഇറാൻ യുദ്ധവുമായിട്ട് കണക്ട് ചെയ്ത് ചർച്ച ചെയ്യാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ചൈനയ്ക്ക് അനുകൂലമായ ഏകദേശം അനുകൂലമായ അല്ലെങ്കിൽ ചൈനയുടെ മേൽ പിന്നെ നേരത്തെ ചുമത്തിയിരുന്ന ഈ താരിഫ് യുദ്ധങ്ങളുണ്ട്, ഉയർന്ന താരിഫ്, അത് സംബന്ധിച്ചിട്ട് ചൈനയ്ക്ക് അനുകൂലമായ എന്തെങ്കിലും ഒരു സാധ്യത ഈ വ്യാപാര കരാറിൽ ഉണ്ടാക്കിക്കൊണ്ട് ചൈനയിൽ സമ്മർദ്ദം ചെലുത്തി ഇറാനെ കൊണ്ട് ചില കാര്യങ്ങൾ സമ്മതിപ്പിച്ച് ഈ ഒരു കരാറിലേക്ക് കൊണ്ടുവന്ന് അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ട്രംപിന്റെ ഒരു മുഖ്യ ലക്ഷ്യം. അത് തന്നെയായിരിക്കും. ഒന്ന് ചോദിച്ചോട്ടെ സാർ, ഞാൻ ഇടപെടുകയാണ് സാർ. അപ്പൊ ഈ ഹോർമൂസിനെ സംബന്ധിച്ച് ഇറാന്റെ ചില ഈ ഒരു ഉടമ്പടി പോലെ, അതായത് ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നു പോകുന്നവരൊക്കെ തങ്ങൾക്ക് പിന്നെ അവർക്ക് എന്താ പിന്നെ പോകുന്നതിന്റെ തീരുവ കൊടുക്കുക, പച്ച മലയാളത്തിൽ തീരുവ എന്നല്ല സാർ. അപ്പൊ അങ്ങനെ കൊടുത്തിട്ട് പോവുക എന്ന രീതിയിൽ ഒരു നിബന്ധന ഇപ്പൊ ഇറാൻ വെച്ചിരിക്കുന്നതല്ലേ ഇപ്പൊ ഏറ്റവും വലിയ വിഷയമായി അമേരിക്ക കൊണ്ട് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് സാർ. അതിനൊരു മാറ്റം ഈ ചൈനയുമായി പിന്നെ ട്രംപ് നടത്തുന്ന ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വരുമോ? അതോ അത് അവിടെ തന്നെ ഇങ്ങനെ നിന്നുകൊണ്ട് ആ ഉപാധികൾ അങ്ങനെ തന്നെ നിന്നുകൊണ്ട് ഈ ചർച്ച ഒന്നുമല്ലാതെ എങ്ങനെയായിരിക്കും സാർ അതിന്റെ കോംപ്രമൈസ് എങ്ങനെ ആക്കാനായിരിക്കും? അതെനിക്ക് തോന്നുന്നത് ചൈനയ്ക്ക് അതിനകത്ത് വലിയൊരു കടമ്പിടുത്തം ഭാവിയിൽ പിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷെ എങ്കിലും ചൈന ഇപ്പൊ അതിനകത്ത് കൂടുതൽ കേന്ദ്രീകരിക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം രണ്ടു ഭാഗത്തും വിട്ടുവീഴ്ചകൾ വേണം. ഇപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേങ്കിൽ ഈ പറഞ്ഞതുപോലെ, കാരണം എന്ന് വെച്ചാൽ ഈ അമേരിക്കയുമായിട്ടുള്ള കരാർ ഒപ്പിടുക എന്നുള്ളതാണ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള ഈ യുദ്ധം ഔപചാരികമായിട്ട് നിർത്താനുള്ള ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിനുശേഷമാണ് ഈ ഹോർമൂസ് വരുന്നത്. ഇപ്പം UK ഇപ്പൊ അവിടത്തേക്ക് ഈ ഡ്രോൺ ബോട്ട്സ് ഹോർമൂസിലേക്ക് അയച്ചിരിക്കുകയാണെന്ന് പറയുന്നത്. അപ്പൊ മറ്റു രാജ്യങ്ങളിൽ ഇതിനകത്തേക്ക് ഇൻവോൾവ് ആകുന്നത് കാരണം ലോക സമ്പദ് വ്യവസ്ഥയെ മുഴുവൻ തകിടം മറിച്ചിരിക്കുകയാണ് ഇത്. അപ്പൊ അതുകൊണ്ട് പ്രാഥമികമായിട്ട് ഈ യുദ്ധം അവസാനിപ്പിക്കേണ്ടി വരും. അതോടൊപ്പം തന്നെ ഇപ്പൊ UN ഈ ഗൾഫ് രാജ്യങ്ങളെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പ്രമേയം കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ അതിനകത്തും ചൈനയുടെയും റഷ്യയുടെയും നിലപാട് വളരെ നിർണായകമാണ്, വിശേഷിച്ച് ചൈനയുടേത്. കാരണം റഷ്യക്ക് ഇതിനകത്ത് ഈ യുദ്ധത്തിനകത്ത് വലിയ ഒരു പ്രശ്നമില്ല. റഷ്യക്ക് ഇതിനകത്ത് വലിയ യുദ്ധം അവസാനിപ്പിക്കണമെന്ന് പോലും അവസാനിച്ചോട്ടെ, സമാധാനത്തിന് വേണ്ടി നിൽക്കുന്നു എന്നൊക്കെ പറയുന്നത് മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു യുദ്ധം കൊണ്ട് റഷ്യക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല എന്ന് മാത്രമല്ല, ഈ യുദ്ധം കൊണ്ട് ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കുന്നത് റഷ്യയാണ്. കാരണം റഷ്യയുടെ കയ്യിലുള്ള ഇന്ധനം നന്നായിട്ട് ഈ പറഞ്ഞതുപോലെ വിപണിയിലേക്ക് ഇറക്കാൻ നല്ല മികച്ച വില കിട്ടുകയും ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും. അതെ. അപ്പൊ പിന്നെ അത് മാത്രമല്ല, റഷ്യയുടെ ഒരു നിലപാടെന്ന് പറയുന്നത് ഇപ്പം ചൈനയുമായിട്ടൊക്കെ നല്ല സൗഹൃദവും അവരുടെ ഏറ്റവും വലിയ ഇന്റലിജൻസ് ഒക്കെ ഷെയർ ചെയ്യുന്നുണ്ട് റഷ്യ. എങ്കിൽ പോലും ഒരു പരിധിക്ക് വിട്ടാതെ അമേരിക്കയെ പിണക്കുന്ന വിധം ഒരു ഇടപാടിലേക്ക് റഷ്യയും ഇറാനുമായിട്ട് ഒരു അവസ്ഥയ്ക്ക് പോകില്ല. അതിന്റെ ഉദാഹരണമാണ് ഈ കഴിഞ്ഞ വർഷം 12 ദിവസം നടന്ന യുദ്ധത്തിൽ നമ്മൾ കണ്ടത്. കാര്യം ഇറാൻ വിചാരിച്ചു വലിയ സഹായം റഷ്യയിൽ നിന്ന് കിട്ടുന്നു, പക്ഷെ റഷ്യയിൽ നിന്നും കിട്ടിയില്ല. മാത്രമല്ല ഈ ഉക്രൈനുമായിട്ടുള്ള യുദ്ധത്തിനകത്ത് ഇറാനാണ് തങ്ങളുടെ ചീപ്പ് ഡ്രോൺസ്, ഷഹീദ് ഡ്രോൺസ് അവർക്ക് സപ്ലൈ ചെയ്തതും റഷ്യയില് ആ ഡ്രോൺ ഉത്പാദിപ്പിക്കാനുള്ള ഫാക്ടറിയും നോഹവും അവർ ഹാൻഡ് ഓവർ ചെയ്യുകയും ചെയ്തു. എന്നിട്ടും അതിന്റെ പേരിൽ ഇറാൻ വളരെ കുണ്ഠിതരമാണ് ഇറാൻ ഈ റഷ്യയായിട്ടുള്ള ബന്ധം. പക്ഷേ റഷ്യയായിട്ടുള്ള പാർട്ണർഷിപ്പ് അവർക്ക് അവസാനിപ്പിക്കാനും പറ്റത്തില്ല. തീർച്ചയായിട്ടും ഇന്റലിജൻസ് ഷെയറിംഗ് ഒക്കെ റഷ്യയിൽ നടത്തുന്നുണ്ട്.
അപ്പൊ അത് ഒരു വശത്ത് നിൽക്കുന്നു. അപ്പൊ ഈ ഒരു സംഗതി ശരിയാവുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ന്യൂക്ലിയർ സംഗതിയില് ഇപ്പം ഇറാന്റെ പുറത്തേക്ക് ന്യൂക്ലിയർ കൊണ്ടുപോകുന്നു, അത് അമേരിക്ക ഇപ്പൊ റഷ്യയിൽ കൊണ്ടുവെക്കുന്നതിന് സമ്മതിക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ടു ഭാഗത്തും ഒരു വിട്ടുവീഴ്ച വരും. അതിനുശേഷം ഹോർമൂസിന്റെ കാര്യത്തിനകത്ത് സ്വാഭാവികമായിട്ടും ഇറാൻ കടുംപിടുത്തങ്ങൾ പിടിക്കും. ആ കടുംപിടുത്തങ്ങൾ പിടിച്ചാൽ പോലും ഈ ന്യൂക്ലിയർ വിഷയം ഒരുവിധം പരിഹരിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഹോർമൂസും പരിഹരിക്കപ്പെടും. കാരണം എന്താ വെച്ചാൽ ഈ ന്യൂക്ലിയർ വിഷയം പരിഹരിക്കപ്പെട്ട ഹോർമൂസ് അവിടെ വെച്ചിരിക്കുന്നതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഇറാൻ ഈ കടുംപിടുത്തം പിടിക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറാന്റെ ആവശ്യങ്ങൾ സാധിച്ചു കിട്ടണം. അതായത് കഴിഞ്ഞ 46 വർഷമായിട്ട് ഇറാൻ ലോകത്ത് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവരുടെ മരവിപ്പിച്ച ഫണ്ടുകൾ യുഎസ് കിടക്കുന്ന ഭീമമായ ഫണ്ടുകളുണ്ട്. പിന്നെ ഇറാനെതിരെ വെച്ചിരിക്കുന്ന സാങ്ഷൻസ്, ഇങ്ങനെ ഒട്ടേറെ സംഗതികൾ മാറ്റി കിട്ടിയെങ്കിൽ മാത്രമേ പിന്നെ ഇറാൻ ആവശ്യപ്പെടുന്നത് ഈ യുദ്ധത്തിലൂടെ ഉണ്ടായ നഷ്ടപരിഹാരം അമേരിക്ക തിരുത്തണമെന്നാണ് പറയുന്നത്. അപ്പൊ അതിന് അമേരിക്ക വഴങ്ങാൻ സാധ്യതയില്ല. അപ്പൊ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ഇറാൻ ആ ആവശ്യങ്ങൾ വയ്ക്കുന്നത്. അങ്ങനെ ഒരു അന്താരാഷ്ട്ര സമൂഹത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം ഇറാന്റെ പിന്നിലുണ്ട്. മാത്രമല്ല ഇറാനെ സംബന്ധിച്ചിട്ട് അതിരൂക്ഷമായ ഒരു അവസ്ഥയിലൂടെയാണ് ഇപ്പൊ വർത്തമാന സാമ്പത്തിക പ്രതിസന്ധി ഇറാൻ നേരിടുകയാണ്. അതെ, സാമ്പത്തിക പ്രതിസന്ധിയാണ്. അത് മാത്രമല്ല ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് വീണ്ടും അവിടെ ആഭ്യന്തരമായ പ്രക്ഷോഭം അതിഭീകരമായ രീതിയിൽ ഉയർന്നു വന്നിരിക്കുന്നു. അതിന് ഇപ്പൊ ഒരു ചില കണക്കുകൾ പ്രകാരം ടൈം മാഗസിൻ പുറത്തുവിട്ട കണക്ക് പ്രകാരം 20,000-നും 30,000-നും ഇടയ്ക്ക്, ചിലർ പറയുന്നു 50,000, പക്ഷെ ടൈം മാഗസിൻ പറഞ്ഞിരിക്കുന്നത് 20,000-നും 30,000-നും ഇടയ്ക്ക് ആൾക്കാരാണ് ഈ അവിടുത്തെ പ്രക്ഷോഭത്തിൽ ഇപ്പൊ കൊല്ലപ്പെട്ടതെന്ന്. 50,000-ഓളം ആൾക്കാരെ അവര് ജയിലിൽ അടച്ചിട്ടുണ്ട്. അപ്പൊ അത് ഈ ജനുവരിക്ക് ശേഷമുള്ള കാര്യമാണ്, കണക്കാണ് ഈ പറയുന്നത്. അതൊന്ന് ആലോചിച്ച് നോക്കുക. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ നടക്കുന്ന ഏറ്റവും വലിയ ഇപ്പം സെക്കൻഡ് വേൾഡ് അല്ല ഹോളോകോസ്റ്റിനെക്കാട്ടി വലിയ സംഗതിയായിരിക്കും ഈ ചെറിയ സമയം കൊണ്ട് ഈ 30,000 അല്ലെങ്കിൽ 50,000 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പൊ അവിടെ ഇന്നിപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അതിഭീകരമായ ഒരവസ്ഥയാണ്. അപ്പൊ അതും ഇറാന്റെ പുറത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. അതേപോലെ തന്നെ കഴിഞ്ഞ ഈ ട്രംപ് അന്ന് വളരെയധികം എന്താ പറയാ വലിയ ആവശ്യത്തോട് പറയുണ്ടായി ഇറാനെ കൊണ്ട് അവിടെ ഈ പ്രക്ഷോഭകരെ തൂക്കിക്കൊല്ലുന്നത് നിർത്തലാക്കിയത്. പക്ഷെ അതൊക്കെ മാറ്റിയിട്ട് ഇപ്പൊ ഇറാൻ ഈ കഴിഞ്ഞ ഈ ഫെബ്രുവരിക്ക് ശേഷം 20 യുവാക്കളെയാണ് അവിടെ തൂക്കിക്കൊന്നിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ആഭ്യന്തരമായ ഒരുപാട് വിഷയങ്ങൾ ഈ അവിടെ ഇപ്പൊ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രക്ഷോഭം എന്ന് പറയുന്നത് ഈ ഇസ്ലാമിക് റിപ്പബ്ലിക് ഭരണം നിർത്തുമെന്ന് പറഞ്ഞിട്ടുള്ള പ്രക്ഷോഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ആഭ്യന്തരമായിട്ടും അതുപോലെ തന്നെ ഈ സാമ്പത്തികമായിട്ടും എല്ലാ രീതിയിലും ഇറാനും വളരെ ഒരു അത്യധികം അവരുടെ ഞാനൊന്ന് ചോദിച്ചോട്ടെ സാർ. അപ്പൊ നമ്മുടെ സംസാരത്തിന്റെ നമ്മൾ അവസാനത്തേക്ക് കടക്കുമ്പോൾ, നമ്മുടെ സംസാരത്തിന്റെ അവസാനത്തിലേക്ക് എത്തുമ്പോൾ പിന്നെ ഈ പറയുന്ന രീതിയിൽ റഷ്യയുമായി ട്രംപ് സംസാരിച്ച് ഇതിനെ കോംപ്രമൈസ് ആക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിലാണ് എന്നിരിക്കെ ഇതിന് മധ്യവർത്തിയായി നീങ്ങിയ പാകിസ്ഥാന്റെ ആ മധ്യസ്ഥത എന്ന് പറയുന്നത് എങ്ങും എത്താതെ പോയതായിട്ടല്ലേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പാകിസ്ഥാൻ മധ്യവർത്തിയായി വന്നിട്ട് ഒന്നുമല്ലാതെ ആവുകയല്ലേ ചെയ്യുന്നത്. പാകിസ്ഥാനിലെ മധ്യവർത്തി എന്ന് പറഞ്ഞാൽ അതൊരു പോസ്റ്റ്മാന്റെ റോള് മാത്രമേ ഉള്ളൂ. അത് ട്രംപിന് ഈ യുദ്ധത്തിൽ നിന്ന് തലയുയരാനായിട്ട് പാകിസ്ഥാന് കൽപ്പിച്ചു കൊടുത്ത ഒരു പദവിയാണ് മധ്യസ്ഥം എന്ന് പറയുന്നത്. ഇറാൻ പോലും വെറും ഒരു പോസ്റ്റ്മാൻ, അതായത് ട്രംപ് ഇറാൻ കൊടുക്കുന്ന സാധനം നേരെ അങ്ങോട്ട് കൊടുക്കുക എന്നുള്ള റോളേ ഉള്ളൂ. മാത്രമല്ല ഇപ്പൊ അമേരിക്കയാണെങ്കിൽ അമേരിക്കയുടെ അതിർത്തിയും വാങ്ങിച്ച് പിടിച്ചു പറ്റിയിട്ടിരിക്കുകയാണ് ആര്? പാകിസ്ഥാൻ. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇറാന്റെ ഫൈറ്റർ പ്ലെയിൻസ് ഇപ്പൊ പാർക്ക് ചെയ്യുന്നത് പാകിസ്ഥാന്റെ എയർബേസുകളിലാണ്. കാരണം അമേരിക്കയുടെ ആക്രമണത്തെ നശിച്ചു പോകാതിരിക്കാനായിട്ട് ഇത് അമേരിക്ക കണ്ടെത്തിയിരിക്കുന്നു. അതോടൊപ്പം തന്നെ അവിടെ മിസൈലുകൾ ഉണ്ടാക്കാനുള്ള രാസവസ്തുക്കള് അങ്ങനെ എന്തോ പറയാൻ, അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ആ രാസവസ്തുക്കൾ ചൈനയിൽ നിന്ന് പാകിസ്ഥാനിൽ എത്തിയിട്ട് പാകിസ്ഥാനിൽ നിന്ന് റോഡ് മാർഗമാണ് ഇറാനിലേക്ക് എത്തി. ഇതൊക്കെ ഇപ്പൊ അമേരിക്ക കണ്ടെത്തി അമേരിക്കയുടെ ഒരു അപ്രീതിയും പിടിച്ചു പറ്റിയിരിക്കുകയാണ് ആര്? പാകിസ്ഥാൻ. അപ്പൊ പാകിസ്ഥാൻ രണ്ടുമില്ലാത്തൊരു അവസ്ഥയിലാണ്, ആകെ തകർന്നടിച്ചിരിക്കുന്ന ഒരു രാജ്യമാണ്. അവിടെയാണെങ്കിൽ ഖൈബർ പഖ്തൂൺഖ്വ, അതോടൊപ്പം തന്നെ ബലൂചിസ്ഥാൻ, സിന്ധ്, ഈ മേഖലയിലൊക്കെ പാകിസ്ഥാൻ ഭരണകൂടത്തിന് കടന്നു ചെല്ലാൻ വയ്യാത്തൊരവസ്ഥയുണ്ട്. അപ്പൊ അതങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് പാകിസ്ഥാന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് പാകിസ്ഥാനോട് നമുക്ക് സഹതാപവും അനുകമ്പയും തോന്നുന്നതല്ലാതെ വേറെ നിവൃത്തിയില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ സംഭവിക്കുന്നത്, ഇന്നിപ്പോ ട്രംപ് ചൈനയില് ഷീ ജിൻപിങ്ങോട് ചർച്ച ചെയ്യുന്നു.
അതോടൊപ്പം തന്നെ അരഗാച്ചി ഇപ്പോ റഷ്യയില് പുടിന് വേണ്ടി ചർച്ച ചെയ്യുന്നു. അരഗാച്ചി റഷ്യയിൽ നിന്ന് നേരെ വരുന്നത് നാളെ ഇന്ത്യയിലേക്കാണ്. കാര്യം ബ്രിക്സ് മീറ്റിംഗ് നടക്കുന്നുണ്ട്. അപ്പൊ ഈ ബ്രിക്സ് മീറ്റിംഗും ഇതിന്റെ പശ്ചാത്തലത്തിൽ വളരെ പ്രധാനമാണ്. ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ചൈനയുമായിട്ടാണ് ട്രംപ് സംസാരിക്കുന്നത്. മറിച്ച് അതെ, ഈ പറയുന്ന രീതിയിൽ ഇറാനാണ് റഷ്യയുമായി സംസാരിക്കുന്നത് എന്നാണ് സാറ് പറഞ്ഞത്. ഞാൻ പറഞ്ഞതിൽ ഒരു ചെറിയ ഇത് പറ്റിയായിരുന്നു. സാർ ഇതിന്റെ ഒരു സംസാരത്തിന്റെ അവസാനം ഒന്ന് എത്തിക്കാം സാർ. എങ്ങനെയാണ് സാർ? അപ്പൊ ഇത് എത്ര നാളും കൂടെ ഈ യുദ്ധം ഇനി നീണ്ടുപോകാൻ സാധ്യതയുണ്ട്? ഇതിനൊരു കൺക്ലൂഷൻ ഈ മാസം തന്നെ ഉണ്ടാകാൻ സാധ്യത ഉണ്ടാകും സാർ? എനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഇത് വളരെ പെട്ടെന്ന് ഇത് അവസാനിക്കും, അതല്ലെങ്കിൽ ഒരു മഹാദുരന്തത്തിലേക്ക് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും. മിക്കവാറും അത് ഒരു 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 രമ്യതയിലൂടെ ഇപ്പൊ ഈ ട്രംപിന്റെ വിസിറ്റും ഈ റഷ്യയിലെ പുതിനും അരഗാച്ചിയും തമ്മിലുള്ള ചർച്ചയും, ഉദാഹരണത്തിന് യുറേനിയം അവിടെ നിന്ന് മാറ്റുക, അതോടൊപ്പം തന്നെ ഇറാന്റെ പുറത്തുള്ള ഈ സാങ്ഷൻസ് ഒക്കെ പിൻവലിക്കുക, അതിനുശേഷം ഹോർമൂസ് കടലിടുക്ക് ചിലപ്പോൾ ഒരു പക്ഷേങ്കിൽ ഇറാൻ അത് വെച്ച് വീണ്ടും പേസ് ചെയ്തിരിക്കും. അത് പെട്ടെന്നത് പോയില്ലെങ്കിൽ പോലും സുഗമമായ പോക്കിന് ഒരു പക്ഷേ ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കപ്പെടുകയും ചെയ്യും. യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ അത് ഉണ്ടാവും. പക്ഷെ അതേ സമയത്ത് ചൈന അത് വെച്ച് ചില വിലപേശലിൽ നടക്കും. പക്ഷെ അത് ഓരോ രാജ്യങ്ങളുമായിട്ടുള്ള ചൈനയുടെ ഡീലിങ്സ് വെച്ചിട്ടായിരിക്കും അത് ചെയ്യുക. അത് അവരുടെ താല്പര്യത്തിന്. ഉദാഹരണത്തിന് ഇപ്പം നാളെ അരഗാച്ചി ഇപ്പൊ ഇന്ത്യയിൽ വരുന്നുണ്ട്. ഇന്ത്യയിൽ വന്നിട്ട് ഇവിടെ ബ്രിക്സ് മീറ്റിംഗിന് പങ്കെടുക്കുന്നതിന് പുറമെ നമ്മുടെ വിദേശകാര്യ മന്ത്രി ജയശങ്കറുമായിട്ട് ചർച്ച ചെയ്യുന്നുണ്ട്. ആ ചർച്ചയ്ക്കായിട്ട് ചബഹാർ പോർട്ട് യൂസ് ചെയ്യുന്നത് സംബന്ധിച്ചുണ്ട്. അതേപോലെ തന്നെ ഹോർമൂസ് കടലിടുക്ക്, ഈ രണ്ട് വിഷയങ്ങളാണ് മുഖ്യമായിട്ട് ചർച്ച ചെയ്യുന്നത്. അത് അപ്പൊ ഈ യുദ്ധം തുടങ്ങിയതിനു ശേഷം ഈ വരുന്ന ഏതാനും മണിക്കൂറുകള് അല്ലെങ്കിൽ ഒരു 48 hours എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ആഗോള രാഷ്ട്രീയ സാഹചര്യത്തില് ഏറ്റവും നിർണായകമാണ്. ഒന്നുകിൽ അത് അവസാനിക്കും, അതല്ലെങ്കിൽ ഒരു മഹാദുരന്തത്തിലേക്ക് അത് നീങ്ങുകയും ചെയ്യും. അവസാനിക്കാൻ തന്നെയാണ് സാധ്യത. അതിന്റെ ലക്ഷണം കാണാൻ.